റേഡിയോ മാംഗോ 91.9 വെള്ളരിക്ക പട്ടണത്തിലേക്ക് വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ട് ബിഗ് ബിയും കൂടെ മുരുകനും എത്തിയിരിക്കുന്നു. അടുത്ത വളച്ചൊടിച്ച വാർത്ത തിഹാർ ജയിലിൽ നിന്നാണ്. തിഹാർ ജയിലിലെ അന്തേവാസികൾ, അതായത് തടവുകാരുണ്ടാക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽപ്പന നടത്താൻ ജയിൽ അധികൃതർ തീരുമാനിച്ചു. ഇതിനായി ഇന്ത്യയിലെ വിവിധ സൂപ്പർ മാർക്കറ്റുകളുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആ ചർച്ച വിജയിച്ചില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല. റോഡരികിലിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാവുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഏതെടുത്താലും 25 രൂപ, ഏതെടുത്താലും 25 രൂപ. അയ്യോ, ഞാൻ പെട്ടെന്ന് നമ്മുടെ പഴയൊരു ജോലിയെ ആലോചിച്ചു പോയി. ഏതായാലും തിഹാർ ജയിലിൽ നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി മുരുകൻ ഇപ്പോൾ നമ്മളോടൊപ്പം തിഹാർ ജയിലിൽ നിന്ന് ചേരുകയാണ്. മുരുകൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കിവിടെ സുഖം തന്നെ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുഞ്ഞമ്മടെ മോന്റെ കല്യാണമായിരുന്നു. ആ കല്യാണത്തിന് പോയ സമയത്താണ് നമ്മുടെ മാർഗി ചേച്ചിയുടെ മോളുടെ ഒരു കല്യാണം. എന്റെ മുരുക, എന്തൊക്കെയാണ് ഈ പറയണത്? കുഞ്ഞമ്മടെ മോന്റെ വിശേഷം ചോദിച്ചില്ലേ? ആ വിശേഷം അല്ലേ ചോദിച്ചത്. പിന്നെ തിഹാർ ജയിലിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാൻ പോണെന്ന് പറഞ്ഞല്ലോ, അതിന്റെ വിശേഷം എന്തായിന്ന്? അങ്ങനെ പറ. അതേ വരുന്നു. തിഹാർ ജയിലിൽ നിന്ന് ഉടനെ കുറെ ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങും. അതിൽ ആദ്യമായിട്ട് ഇറക്കാൻ പോകുന്നത് പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ എന്താണ്? വല്ല നോട്ട്ബുക്സ് വല്ല ആണോ? നോട്ട്ബുക്സ് അല്ല, ചില കവിതാ സമാഹാരങ്ങളാണ് ആദ്യമായിട്ട് തിഹാർ പബ്ലിക്കേഷൻസ് ഇറക്കാൻ പോകുന്നത്. കവിതാ സമാഹാരം? എന്ത് കവിതാ സമാഹാരം? അതായത് എന്നെ കൊണ്ട് പോവപ്പ എന്ന കനിമൊഴി കവിതകളാണ് ഉടനെ പുറത്തിറങ്ങാൻ പോകുന്നത്. എന്ത് കവിതയാണെന്ന്? എന്നെ കൊണ്ട് പോവപ്പ. വളരെ നല്ല പേരാണ്. ഇനി ഇത് പുറത്തിറങ്ങി കഴിയുമ്പോ എന്നെ കൊണ്ട് പറ്റൂലപ്പ എന്ന് പറഞ്ഞ് വേറൊരു പുസ്തകം ഇറങ്ങാതിരുന്നാ മതി. മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ് കൽമാടിയും കൂട്ടിലിറക്കാൻ പോകുന്ന ചില സ്പോർട്സ് ഗുഡ്സ് ആണ്. കോമൺവെൽത്ത് ബ്രാൻഡിലാണ് ഇത് ഇറക്കാൻ പോകുന്നത്. തകർക്കും. അതിന്റെ വിറ്റുവരവ് ഭയങ്കരമായിരിക്കും. മറ്റെന്തൊക്കെയാണ്? മറ്റത് എ രാജയുടെ 2Gയും ഇറക്കുന്നുണ്ട്. എന്ത്? എ രാജയുടെ 2G. ഇതൊക്കെ പുറത്ത് വിൽക്കാൻ പറ്റിയ സാധനമാണ്. ഇത് ആ 2G അല്ല, ചില സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺസ് ആണ് ഇറക്കാൻ പോകുന്നത്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം കൂടി മാർക്കറ്റ് പിടിച്ചിറക്കും. ഒരു സംശയവും വേണ്ട മുരുക. കഴിഞ്ഞിട്ടില്ല ബിഗ് ബി. തിഹാർ ജയിലിൽ നിന്ന് ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങാനുള്ള ഒരു പരിപാടിയും ആസൂത്രണത്തിലുണ്ട്. തിഹാർ ജയിലിൽ നിന്ന് ടെലിവിഷൻ ചാനലാ? അതെ, ടെലിവിഷൻ ചാനൽ തന്നെ. എന്നാൽ അത് തുടങ്ങാമെന്ന് ഏറ്റിരിക്കുന്ന ആൾ വന്നിട്ടില്ല. അദ്ദേഹത്തെ CBI ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടൻ തിഹാർ ജയിലിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വന്നാൽ ഉടനെ തന്നെ TV ചാനൽ തുടങ്ങുന്നതായിരിക്കും. വളരെ നന്ദി മുരുകൻ. ഏതായാലും തിഹാർ ജയിലിൽ നിന്ന് പുതുമയാർന്ന കൂടുതൽ ഉൽപ്പന്നങ്ങൾ വളരെ വേഗം ഇന്ത്യയിലെ വിവിധ മാർക്കറ്റുകളിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വെള്ളരിക്ക പട്ടണം അടുത്ത പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. ഇത് റേഡിയോ മാംഗോ 91.9, നാട്ടിലെങ്ങും പാട്ടാ.